ഹലോ, ഞാൻ ഷൈമ, സൈക്കോളജിസ്റ്റാണ്. ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി സ്റ്റുഡൻസിന് ടൈം മാനേജ് ചെയ്യാനുള്ള 3 ടിപ്സാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നമുക്ക് കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ കഴിയണം. ഈ ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. എന്നാൽ നമുക്കൊരു നോട്ട് പാഡും പെന്നും വേണം. ഇത് വെച്ചിട്ട് ഫസ്റ്റിൽ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. എല്ലാതും എഴുതണ്ട. സെൽഫ് കെയറിന് ടൈം വേണം, ആൾക്കാരോട് സംസാരിക്കാൻ ടൈം വേണം, സ്കൂളിലേക്ക് പോകാനും വരാനും ടൈം വേണം, സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാലാണ് സ്റ്റഡീസിനായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകം ലിസ്റ്റ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പെന്നും പേപ്പറും വെച്ച് അതിൽ പ്രയോറിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്? പഠിക്കാനാണോ? ഫസ്റ്റ് പ്രയോറിറ്റി സെൽഫ് കെയറിനാണോ? ഫസ്റ്റ് പ്രയോറിറ്റി സോഷ്യൽ സ്കിൽസിനാണോ? ഇതിന് ഓരോന്നിനും എത്രത്തോളം ടൈം വേണം? ഇങ്ങനെയെല്ലാം ഇരുന്ന് ചിട്ടപ്പെടുത്തി ആലോചിച്ച് നമുക്ക് ഓരോ ദിവസത്തിനും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റണം. രണ്ടാമത്തെ ടൈം മാനേജ്മെൻറ്റ് ടിപ്പാണ്, ഈ ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു ഡേ നമ്മൾ ജീവിക്കുക. അപ്പോൾ നമ്മൾ ഈ ഷെഡ്യൂൾ വർക്ക് ചെയ്യോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പം ഇന്ന നേരമായി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങണം, ഇന്ന നേരമായി കഴിഞ്ഞാൽ എണീക്കണം, എണീറ്റ് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ എൻ്റെ സെൽഫ് കെയർ കഴിയണം, ആ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത്ര സമയമായി കഴിഞ്ഞാൽ പഠിക്കണം, പഠിക്കാനിരുന്നാൽ ആ സമയത്ത് മൊബൈൽ ഉപയോഗിക്കാണ്ട് പഠിക്കണം. ഇങ്ങനെ നമ്മളൊരു ചിട്ടയിൽ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മനുഷ്യരാണ്. സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഷെഡ്യൂളിലേക്ക് എത്താൻ കഴിയില്ല. പല തവണ നമ്മൾ അത് തെറ്റിക്കും. ഇത് തെറ്റിച്ച് കഴിഞ്ഞാലും പക്ഷേ എന്താവരുത്, ഓവറായിട്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി എന്നെക്കൊണ്ട് ഷെഡ്യൂളൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് കരുതിയിട്ട് ഇതിൽ നിന്ന് ഒഴിവായി പദ്ധതി മൊത്തം ക്യാൻസൽ ചെയ്യരുത്. നമ്മൾ വീണ്ടും വളരെ സൗമ്യമായിട്ട് നമ്മളെ തന്നെ ഈ പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ 1-2 പ്രാവശ്യം തെറ്റിയിട്ട് തന്നെയാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഷെഡ്യൂൾ ഉണ്ടായി നമ്മൾ ആ ഷെഡ്യൂൾ ചെയ്ത് നോക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞ് റിലാക്സ് ചെയ്യാനുള്ള ടൈമും നമ്മൾ കണ്ടെത്തണം. ഈ ഷെഡ്യൂള് നമുക്ക് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഞാൻ വേഗം വീഡിയോയിൽ ക്ലാസ് കേട്ടിട്ട് എനിക്ക് അടുക്കി വെക്കാനുള്ള തുണിയെല്ലാം അടുക്കി വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാൻ റെക്കോർഡ് ബുക്ക് എഴുതാം. ഇങ്ങനെ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്തുകൊണ്ട് ഈ ഷെഡ്യൂളിനെ കൊണ്ടു നടക്കാൻ ശ്രമിക്കരുത്. റിലാക്സ് ചെയ്യാൻ ടൈം കണ്ടെത്തിയില്ലെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ടയർഡ്നെസ്സും ഫാറ്റീഗും അനുഭവിച്ച് പിന്നെ നമ്മൾ ടൈം മാനേജ്മെൻറ്റിനായിട്ട് ശ്രമിക്കാനേ നിൽക്കാത്ത രീതിയിലേക്ക് നമ്മളെ തന്നെ മടി പിടിപ്പിക്കും. അപ്പോൾ ഇതാണ് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള 3 ടിപ്സ്.